മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് അല്ല എന്നുള്ള സർവശക്തനായ ദൈവത്തിന്റെ നീതിനിർഭരമായ നിർണയവുമായി കേരളത്തിലെ ഹൈക്കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത മുനമ്പത്തെ ജനങ്ങൾക്കും നീതിക്കും ന്യായത്തിനും ഒപ്പം നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാം നൽകിയിരിക്കുന്നത് വലിയ ആനന്ദവും ഒപ്പം ആശ്ചര്യവുമാണ്. കാലാകാലങ്ങളായി രാജ്യത്തിന്റെ ഭരണചക്രം തിരിച്ചവർ അങ്ങേയറ്റം ഏകപക്ഷീയമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വഖഫ് നിയമങ്ങൾ കേരളത്തിലെ മുനമ്പത്തേതടക്കമുള്ള സ്ഥലങ്ങളിലെ പാവപ്പെട്ടവരുടെ കൂരയുടെ അടിത്തറ പൊളിക്കാൻ പോകുന്ന തലത്തിലേക്ക് ഭീകരമായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മുനമ്പത്തെ ജനങ്ങൾ തുടർച്ചയായി നടത്തിയ ഐതിഹാസികമായ സമരം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സമയത്താണ് വഖഫ് ബില്ലിൽ നിർണായകമായ ഭേദഗതി വരുത്തുവാൻ കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയത്. കേന്ദ്ര സർക്കാരിലേക്ക് മുനമ്പംകാർ പ്രതീക്ഷയോടെ നോക്കുമ്പോഴാണ് അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ പിണറായി സർക്കാർ അവരെ അമ്പയെ അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും മുനമ്പംകാർ കൂടി ജയിപ്പിച്ചു വിട്ട MLA അടക്കമുള്ള 140 MLA ചേർന്ന് ഒരു മനസ്സോടെ ആ പ്രമേയം പാസാക്കി വിടുകയും ചെയ്തത്. എന്നാൽ ബില്ലുമായി മുന്നോട്ട് പോയ കേന്ദ്രം 2 സഭകളിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അത് പാസാക്കി നിയമമാക്കി. എന്നാൽ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത വഖഫുകാരും അവർക്കൊപ്പം ഇടതരും വലതരും സംയുക്തമായി അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോവുകയും എന്നാൽ ഹർജികളെ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ വഖഫ് ഭേദഗതി നിയമത്തിൽ വിജ്ഞാപനം പുറത്തിറക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് നീതിയും ന്യായവും സത്യവും മുനമ്പംകാർക്ക് ഒപ്പമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി മുനമ്പത്തെ ഭൂമി ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചത്. മുനമ്പം വിഷയത്തിൽ കേരള സർക്കാർ രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ചതിനെതിരെ കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ കേസിൽ ഹൈക്കോടതി ഏകാംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ സർക്കാർ കൊടുത്ത അപ്പീലിലാണ് ജസ്റ്റിസ് SA ധർമാധികാരി, ജസ്റ്റിസ് ശ്യാംകുമാർ VM എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് അറിയുമ്പോഴാണ് സർവശക്തനായ ദൈവത്തിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നത്. മുനമ്പം ഭൂമി വഖഫിൻ്റെതാണെന്ന പലതരം ന്യായങ്ങളുടെ വരട്ടുവാദങ്ങളുമായി കൊള്ളയ്ക്ക് ഇറങ്ങിയവരെയാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ട വഴി പറപ്പിച്ചത്. മുനമ്പം വഖഫാണ് എന്ന് 1971 പറവൂർ സബ് കോടതിയുടെ വിധിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇക്കാലം വരെ അവർ വിളയാടിയത്. അങ്ങനെ ഒരു വിധിയേ ഉണ്ടായിട്ടില്ലെന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു. കൂടാതെ ഈ കേസ് നൽകാനുള്ള എഗ്രീഡ് പാർട്ടിയാണെന്നുമുള്ള ഇവരുടെ അവകാശവാദവും 1950 സിദ്ദിഖ് സേട്ട് വഖഫിനായി എഴുതിയതാണ് എന്നുള്ള വാദവും എടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി നീതിയുടെ ശബ്ദമുയർത്തിയത്. ഹൈക്കോടതി തങ്ങളുടെ കൊള്ളരുതായ്മകൾക്കെല്ലാം കൂട്ടുനിൽക്കുമെന്ന് കരുതി ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിലെത്തിയ വഖഫ് സംരക്ഷണ സമിതി വടി കൊടുത്ത് അടി വാങ്ങിച്ച് കെട്ടുകയായിരുന്നു. മാത്രമല്ല മുനമ്പത്തെ ജനങ്ങളുടെ നേരെ പുറം കാട്ടിക്കൊണ്ട് പ്രമേയം പാസാക്കി വിട്ട് കേരള നിയമസഭയിലെ 140 MLA കേന്ദ്രത്തിൽ ബില്ലിനെ എതിർത്ത 19 MP മുഖമടച്ച് പ്രഹരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിയിലൂടെ ചെയ്തിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമിക്കുമേൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പഠനമോ പരിശോധനയോ ഒന്നും നടത്താതെ മുനമ്പത്തെ ജനങ്ങളെ വെറുതെ സുഖിപ്പിക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മുനമ്പം ഭൂമി വഖഫിൻ്റെതല്ല എന്ന് ആവർത്തിച്ച് അധരചർവണം നടത്തുകയും മുസ്ലിം സംഘടനകൾ മുരടനക്കിയപ്പോൾ സന്നിധാനത്ത് നിന്ന് സ്വന്തം വാക്കിന്റെ വിശ്വാസീയതയെ തള്ളിപ്പറയുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് മാത്രം ഇനി പറയാൻ പോകുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതല്ലേ എന്ന് ആയിരിക്കാം. വഖഫ് ഭേദഗതി നിയമ ബില്ല് ലോക്സഭയിൽ എത്തിയപ്പോൾ തൃശൂർ MP സുരേഷ് ഗോപി മരണമാ സ്റ്റൈലിൽ പ്രഖ്യാപിച്ചത് കേരളത്തിലെ 140 MLA ചേർന്ന് പാസാക്കിയ പ്രമേയത്തെ അറബിക്കടലിലേക്ക് ചവിട്ടിത്താഴ്ത്തും എന്നായിരുന്നു. അത് അച്ചട്ടായി. ഇടതരും വലതരും ഇല്ലാത്ത കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വഖഫിന്റെ മുനമ്പം അധിനിവേശ പ്രമേയത്തെ ആയുസ്സിൽ ഒരിക്കലും പൊന്തി വരാത്ത വിധത്തിൽ കേരള ഹൈക്കോടതിയും ഇപ്പോൾ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. ബലവാനും ബലഹീനനും തമ്മിൽ ഒരു വ്യവഹാരം ഉണ്ടാകുമ്പോൾ ബലഹീനന് വേണ്ടി തുണ നിൽക്കുന്നവനാണ് സർവശക്തനായ ദൈവമെന്ന വേദപുസ്തക വാക്യത്തെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് സർക്കാരും പ്രതിപക്ഷവും ജനപ്രതിനിധികളും മാധ്യമങ്ങളും പണവുമൊക്കെ വഖഫിന് അനുകൂലമായിരുന്നിട്ടും ആരും സഹായമില്ലാത്ത മുനമ്പത്തെ പാവങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. മതരാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ എല്ലാത്തരം കൂട്ടുകച്ചവടങ്ങളും പൊളിഞ്ഞു വീണു. 36 വർഷം മുൻപ് നിയമപരമായ രേഖകളോടെ വാങ്ങി ആധാരം ചെയ്ത് കരമടച്ച് ഉപയോഗിച്ചു വന്നിരുന്ന ഭൂമി അവരുടേതല്ല എന്ന് പറഞ്ഞ് അവരെ റവന്യൂ തടങ്കലിൽ ആക്കിയത് ഇതേ സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയ ഭൂമി തിരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ വന്നതോടെ വഖഫ് ഇല്ലാതായി എന്ന് കോടതി വ്യക്തമാക്കിയതോടെ
ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വസ്തു കൈവശപ്പെടുത്താനുള്ള സംഘടിത ശ്രമത്തിന് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ കോടതിയുടെ വിധി. വഖഫിൻ്റെ അന്ത്യത്തിൻ്റെ ആരംഭം കുറിക്കുന്ന നിർണായകമായ വിധി തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. വഖഫ് പ്രോപ്പർട്ടി വിജ്ഞാപനം ചെയ്യുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമി വാങ്ങിയ നൂറുകണക്കിന് കുടുംബങ്ങളുടെയും യഥാർത്ഥ താമസക്കാരുടെയും ഉപജീവനത്തെ ബാധിച്ച കേരള വഖഫ് ബോർഡ് വ്യവഹാരങ്ങൾ അസൽ ഭൂമി കൊള്ളയാണ് എന്നും വ്യക്തമായിരിക്കുകയാണിപ്പോൾ. ഇതിനെതിരെ കാലഹരണപ്പെട്ട തിരുട്ടുവാദങ്ങളുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. രാമചന്ദ്രൻ കമ്മീഷന് തുടരാമോ ഇല്ലയോ എന്നുള്ള സർക്കാരിൻ്റെ അപ്പീലിൽ മാത്രമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്ന് വിധി പറഞ്ഞത് എന്നും മുനമ്പത്ത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് പരിഗണന വിഷയമേ ആയിരുന്നില്ല, ഇത് സന്ദർഭവശാൽ ഉള്ള ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം മാത്രമാണ് എന്നും തട്ടിമൂളിച്ചാണ് അവർ ആളുകളെ ഇപ്പോൾ ചിരിപ്പിക്കുന്നത്. ഉരുളയ്ക്ക് മറിയുന്ന ഏറാൻമൂളികളായ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ കൂലിക്കിറക്കി മുനമ്പത്തെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിൻ്റെ ചുമലിൽ തന്നെയാണ്. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായേ പറ്റൂ. മുനമ്പം ജനതയ്ക്കും പൊരുതി നേടിയ അവരുടെ ഐതിഹാസിക വിജയത്തിനും അഭിവാദ്യങ്ങൾ.